അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാഹത്തല്ലേ? അൽഹംദുലില്ലാ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഖൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, ദുആ ചെയ്യുന്നവർ എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തുമുള്ള പ്രധാനിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ പ്രയാസ പ്രതിസന്ധികളൊക്കെയും അല്ലാഹ് മാറ്റി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നസീബാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ എന്ന മനോഹരമായ ആശയവുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്, അല്ലേ? അൽഹംദുലില്ലാ. അതുകൊണ്ട് നീട്ടിപ്പരത്തി പറയുന്നില്ല, കുറഞ്ഞ സമയം കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് നാം എല്ലാ ദിവസവും രാവിലെ ഇവിടെ ഒരുമിച്ച് കൂടുന്നത്. അള്ളാഹു ഈ സദസ്, ഈ മജ്ലിസ് പരിപൂർണമായും കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് പരിശുദ്ധമായ ഹജ്ജിന്റെ അമാലുകളൊക്കെ പൂർത്തിയാക്കി ഉംറയൊക്കെ കഴിഞ്ഞ് ആളുകൾ നാട്ടിലേക്ക്, ഹാജിമാർ, ഹജ്ജുമ്മമാർ നമ്മുടെ നാട്ടിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവർ അൽഹംദുലില്ലാ ആത്മനിർവൃതിയോടെ ഹജ്ജിന്റെ അമാലുകളൊക്കെ കഴിഞ്ഞ് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയാക്കി സ്വദേശത്തേക്ക്, നാട്ടിലേക്ക് മടങ്ങി വരാൻ. അങ്ങനെ മടങ്ങി വരുമ്പോ അവരുടെ കയ്യിലുണ്ടാകും സംസം വെള്ളം, അല്ലേ? സംസം വെള്ളം നമ്മൾ ഉംറയ്ക്ക് പോയാലും ഹജ്ജിന് പോയാലും അവിടെ നിന്ന് വരുമ്പോ കൊണ്ടുവരുന്നൊരു വെള്ളമാണ് സംസം വെള്ളം. ആ സംസം വെള്ളം നമ്മുടെ നാട്ടിലേക്ക് എത്തുമ്പോൾ നമുക്കൊക്കെ തരുതാറുണ്ട്. അയൽവാസികൾക്ക് കൊടുക്കും, ബന്ധുക്കാർക്ക് കൊടുക്കും, വീട്ടിലേക്ക് ചെല്ലുന്നവർക്ക് കൊടുക്കും. അങ്ങനെ പല സംസം വെള്ളം നമ്മുടെ കരങ്ങളിലേക്ക് എത്താറുണ്ട്. പലപ്പോഴും ആ സംസം വെള്ളം നമ്മുടെ കരങ്ങളിലേക്ക് എത്തുമ്പോൾ അതിന്റെ പവിത്രതകൾ നമ്മൾ പാലിക്കാറില്ല, അതിന്റെ മഹത്വം നമ്മൾ പരിഗണിക്കാറില്ല, അതിനെങ്ങനെ ഉപയോഗിക്കണമെന്നറിയില്ല. അങ്ങനെ തുടങ്ങിയുള്ള സംസം വെള്ളം നമ്മുടെ കരങ്ങളിലേക്ക് കിട്ടിയാൽ അത് വീട്ടിൽ സൂക്ഷിക്കാമോ? നിന്നാണോ ഇരുന്നാണോ കുടിക്കേണ്ടത്? അത് കുടിക്കുമ്പോൾ അതെങ്ങനെ ചൊല്ലേണ്ടതുണ്ടോ? സംസം വെള്ളത്തിന്റെ ചരിത്രം എന്താണ്? സംസം വെള്ളം കിണറിനാണോ പേരിനാണോ പറയുക എന്നൊക്കെ തുടങ്ങിയുള്ള ഒരു പിടി സംശയങ്ങൾക്കും ഒരു പിടി കൗതുകകരമായ അറിവുകൾക്കുമാണ് ഇന്ന് നമ്മൾ സമയം കണ്ടെത്തുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞു, ഫമൻ യുഅല്ലിം ശആഇറല്ലാഹ് ഫഇന്നഹാ തഖ്വൽ ഖുലൂബ്. അള്ളാഹുവിന്റെ അടയാളങ്ങളെ ആര് പരിശുദ്ധപ്പെടുത്തുമോ, ആര് ആദരിക്കുന്നുവോ, ആര് ബഹുമാനിക്കുന്നുവോ അവന് തഖ്വയുണ്ട്. തഖ്വയുടെ ഭാഗമാണ്, ഈമാനിന്റെ ഭാഗമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ. നമ്മൾ ആദരിക്കണം അള്ളാഹുവിന്റെ ഷിആറുകളെ. അത് പള്ളിയാകട്ടെ, മിനാരങ്ങളാകട്ടെ, നമസ്കാരമാകട്ടെ, ബാങ്കാകട്ടെ, ഇഖാമത്താകട്ടെ, അള്ളാഹുവിന്റെ ദീനിന്റെ ഷിആറുകളെ, ദീനിന്റെ അടയാളങ്ങളെ നമ്മൾ ആദരിക്കണം. നമ്മൾ തള്ളിക്കളയാൻ പാടില്ല, തിരസ്കരിക്കാൻ പാടില്ല. തലമറക്കൽ അത് സുന്നത്താണ്, അതിനെ കളിയാക്കരുത്. താടിവെക്കൽ സുന്നത്താണ്, അത് അള്ളാഹിന്റെ ദീനിന്റെ നിയമമാണ്, അതിനെ കളിയാക്കരുത്, നമ്മൾ പരിഹസിക്കരുത്. അതൊക്കെ ദീനിന്റെ നിയമങ്ങൾ എന്തൊക്കെയുണ്ടോ അതിനെ നമ്മൾ പരിഹസിക്കാൻ പാടില്ല, കുറ്റപ്പെടുത്താൻ പാടില്ല, കളിയാക്കാൻ പാടില്ല. അത് അള്ളാഹു നമുക്ക് നൽകുന്ന അദാബിന് ഇടവരുത്തും, അള്ളാഹുവിന്റെ പരീക്ഷണത്തിന് ഇടവരുത്തും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഷിആറുകളെ നമ്മളത് പവിത്രതയോടെ, ഏറ്റവും ബഹുമാനത്തോടെ നമ്മൾ കാത്തു സൂക്ഷിക്കുക നമ്മുടെ ബാധ്യതയാണ്. അപ്പൊ അത് മറ്റൊരു സംശയമാണ്. ഈ സംസം വെള്ളം, ഈ സംസം വെള്ളം അള്ളാഹിന്റെ ഷിആറിൽപ്പെട്ടതാണ്, ദീനിന്റെ ഷിആറിൽപ്പെട്ടതാണ്. ആ സംസം എന്ന് പറയുന്നത് വെള്ളത്തിനാണോ അതല്ല കിണറിനാണോ പറയുന്നത് എന്നൊരു സംശയമുണ്ട്. നമുക്കറിയാം സംസം എന്ന് പറയുന്നത് അത് വെള്ളത്തിനാണ് സംസം എന്ന് പറയുന്നത്. കാരണം സമി സമി മതി മതി എന്ന് മഹദിയായ ഹാജറ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു പോയൊരു വാക്കാണ് സമി. അവരുടെ ഭാഷ സമി, പിന്നീട് അത് പറഞ്ഞ് സംസമായി മാറിയതാണ് എന്ന് കാണാം. നമുക്കറിയാം മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മഹദിയായ ഹാജറ ബീബി റളിയല്ലാഹു അൻഹ വിവാഹം കഴിച്ചു, കുട്ടിയുണ്ടായി, ഇസ്മായിൽ എന്ന് പേരിട്ട ചരിത്രം നമ്മൾ ഇബ്രാഹിം നബിയുടെ ചരിത്രം പാടി പറഞ്ഞിട്ടുണ്ട്. മുകളിലേക്ക് നോക്കിയാൽ മതി, നമ്മളെ വീഡിയോയിൽ കാണും. അപ്പൊ അങ്ങനെ തന്നെ മക്കയിലേക്ക് കൊണ്ടുവന്നു. അവിടെ താമസിച്ചതുവരെ നമ്മൾ പറഞ്ഞു നിർത്തിയത്. അങ്ങനെ അവിടെ താമസിച്ചു. മഹാനായ ഇസ്മായിൽ നബിയുടെ കാല് ഇട്ടടിച്ച ഭാഗത്ത് വെള്ളം ഉറവ പൊട്ടി ഒഴുകി. മഹദിയായ ഹാജറ ബി ഓടി വന്നിട്ട് സമീ സമീ മതി മതി, നൃത്തം വരുന്ന വാക്ക് പറഞ്ഞു. അവിടെയാണ് സംസം കിണറുള്ളത് എന്ന് ചരിത്രത്തിൽ കാണാം. അങ്ങനെ ആ സംസം കിണർ അങ്ങനെ പവിത്രമായി കാത്തു സൂക്ഷിക്കപ്പെട്ടു. അങ്ങനെ മക്കയിൽ ജുർഹും എന്ന് പറയുന്ന ഒരു ഗോത്രക്കാർ വന്ന് താമസിച്ചു. അവരങ്ങനെ കുറെ താമസിച്ചു. അധികാരവും പണവും പവറും പത്രാസൊക്കെ ആയപ്പോ അള്ളാഹുവിന്റെ ദീനിനും പരിശുദ്ധമായ അള്ളാഹുവിന്റെ ദീനുകൾക്ക് എതിരെ പ്രവർത്തിച്ചപ്പോ അവരെ നാട് കടത്തപ്പെട്ടു, അവരവിടെ നിന്ന് പുറത്താക്കപ്പെട്ടു. അങ്ങനെ പുറത്തു പോയപ്പോ ഇവിടെ ഇനി ഉണക്കുകാലമായാൽ ആരും വെള്ളം കുടിക്കണ്ട എന്ന് കരുതി സംസം വെള്ളത്തിലേക്ക്, ആ കിണറിലേക്ക് അവർ കുറെ മാലിന്യങ്ങളും കുറെ ചപ്പുചവറുകളും കൊണ്ടുവന്നിട്ട് ആ കിണർ മൂടിയെന്നാണ്. ആർക്കും അറിയില്ല സംസം വെള്ളം എവിടെയാണ്. കുറെ തലമുറകൾ കഴിഞ്ഞു. പിന്നീട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഉപ്പാപ്പയാകുന്ന മഹാനായ അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്നവർ സ്വപ്നത്തിലൂടെ 3 ദിവസം സ്വപ്നം കണ്ടു, തെളിച്ച മുള്ളെടുത്ത് കുഴിച്ചെടുക്കുക. 3 ദിവസം സ്വപ്നമാണ്. ഒന്നാമത്തെ സ്വപ്നം കണ്ടു, എവിടെ കുഴിക്കണം, എന്ത് തെളിക്കണം ഒന്നറിയില്ല. രണ്ടാമത്തെ ദിവസം സ്വപ്നം കണ്ടു. മൂന്നാമത്തെ ദിവസം സ്വപ്നം കണ്ടപ്പോ അബൂ താലിബ്, അബ്ദുൽ മുത്തലിബ് എന്നവർ ചോദിച്ചു, എവിടെയാണ് കുഴിക്കേണ്ടത്, എന്താണ് തെളിച്ചെടുക്കേണ്ടത്? ആ സമയത്ത് പറഞ്ഞു കൊടുത്തു, സംസം കുഴിച്ചെടുക്കുക. അപ്പൊ എവിടെയാണ് കുഴിക്കേണ്ടത്
കുടിക്കേണ്ടത്? അതിനടയാളം സ്വപ്നത്തിലൂടെ തന്നെ പറഞ്ഞു കൊടുത്തു. ഒട്ടകങ്ങളുടെ ചാണകം വിതറിക്കിടക്കുന്ന, പ്രാവിൻ കാഷ്ടം വിതറിക്കിടക്കുന്ന, അതുപോലെ രക്തക്കറയുള്ള ഇടം കുഴിക്കുക. അന്ന് മക്കയിൽ എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ വന്നാൽ, എന്തെങ്കിലും നേർച്ച നേർന്നാൽ ഒട്ടകങ്ങളെ അറുക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഇങ്ങനെ പ്രാവുകളൊക്കെ വന്നിരുന്ന് ഒരുപാട് പ്രാവിന്റെ കാഷ്ടം നിറഞ്ഞു നിൽക്കും. അങ്ങനെ അവിടെയാണ് സ്ഥലം മനസ്സിലായി. അവിടെ കുടിച്ചപ്പോൾ ആളുകളൊക്കെ പരിഹസിച്ചു, എന്തിനാ കുഴിക്കണ, ആരും ഒന്നും സഹായിച്ചില്ല. എന്നാലും അബ്ദുൽ മുത്തലിബ് എന്നവർ പിന്നോട്ട് പോയില്ല. അവർ കുഴിച്ചു കുഴിയിലേക്ക് പോയപ്പോ ഏതോ ഒരു കല്ലിൽ തട്ടിയെന്നാണ്. അപ്പോഴും മനസ്സിലായി ഇവിടെയാണ് സംസം കിണർ. പിന്നീട് അതിനെ ശുദ്ധിയാക്കി വൃത്തിയാക്കി എടുത്തതാണ് ഇന്ന് നമ്മുടെ കരങ്ങളിലേക്ക് സംസം വെള്ളത്തിന്റെ ആ കിണർ എന്ന് ചരിത്രങ്ങളിൽ കാണാം. അന്ന് മുതൽ ഇന്ന് വരെയും ആ വെള്ളത്തിന് പ്രശ്നം വന്നിട്ടില്ല. അവർ വേസ്റ്റുകളും ചപ്പുചവറുകളും ഇട്ട് നികത്തിയിട്ട് പോലും ആ വെള്ളത്തിനൊരു മോശം സംഭവിച്ചിട്ടില്ല, ഒരു കുറവും സംഭവിച്ചിട്ടില്ല. ലക്ഷക്കണക്കിന് ലിറ്ററുകളാണ് ഓരോ ഹജ്ജിന്റെ പ്രവർത്തനങ്ങളിൽ, ഹജ്ജിന്റെ വർഷവും ചെലവാക്കുന്നത്, ആളുകൾ കുടിക്കുന്നത്. എന്നിട്ടൊരു കുറവ് വന്നിട്ടില്ല. എത്രയോ രാജ്യങ്ങളിലേക്ക് അത് കൊണ്ടുപോകുന്നു, എന്നിട്ടൊരു കുറവ് വന്നിട്ടില്ല. അല്ലാഹു ആദാമിൻ ഫദിൽ റബ്ബി, അത് പടച്ചവന്റെ കുദറത്താണ്. അവന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ ലോക ചരിത്രത്തിൽ ഏറ്റവും ശ്രേഷ്ഠമുള്ള വെള്ളത്തിൽ രണ്ടാം സ്ഥാനം സംസം വെള്ളത്തിനാണ്. ഒന്നാമത്തെ വെള്ളം നമുക്കറിയാം, എല്ലാ വെള്ളിയാഴ്ചകളിലും പള്ളിയിലെ ഖത്തീബുമാർ പറയാറുണ്ട്, മുത്തനബി തങ്ങളുടെ രണ്ട് വിരലുകൾക്കിടയിൽ നിന്ന് പ്രവഹിച്ച വെള്ളം, ആ വെള്ളമാണ് ഒന്നാമത്തെ വെള്ളം. രണ്ടാമത്തെ വെള്ളം മാഉ സംസം, സംസം വെള്ളമാണ്. മൂന്നാമത്തെ വെള്ളം ഹൗദുൽ കൗസറാണ്. നാലാമത്തെ വെള്ളം അത് നൈൽ എന്ന് പറയുന്ന നദിയിലെ വെള്ളമാണ്. അങ്ങനെ വെള്ളത്തിന്റെ എണ്ണം കിതാബുകൾ കാണാം, അതൊന്നും ചർച്ചാ വിഷയമില്ല. രണ്ടാമത്തെ സ്ഥാനം അത് സംസം വെള്ളത്തിനാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, മാഉ സംസം ലിമാ ശുരിബല, മാഉ സംസം ലിമാ ശുരിബല. മാത്രമല്ല വസൂറത്തു യാസീൻ ലിമാ ഖുരിഅല, സംസം വെള്ളം എന്തിനു വേണ്ടി കുടിക്കുന്നുവോ അത് അതിനുള്ളതാണ്. സൂറത്തുൽ യാസീൻ എന്തിനു വേണ്ടി ഓതപ്പെടുന്നുവോ അത് അതിനുള്ളതാണ്. അതുകൊണ്ടാണ് നബി തങ്ങൾ മറ്റൊരു ഹദീസിലൂടെ പറഞ്ഞത്, തുആമു തുഅമിൻ സുഖിയാ സുഖുമിൻ, വിശപ്പിന് വിശപ്പും ദാഹത്തിന് ദാഹം മാറാനും ഈ സംസം വെള്ളം മതി. മഹാനായ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു മുസ്ലിം ആകാൻ വേണ്ടി മക്കയിൽ വന്ന് താമസിച്ചു. ഒരു മാസമാണ് താമസിച്ചത്. ഭക്ഷണമില്ല, വെള്ളയിൽ ഒന്നുമില്ല. നബി തങ്ങളുടെ അടുക്കലേക്ക് ഒരു മാസം ചെന്നപ്പോ നബി തങ്ങൾ ചോദിച്ചെന്നാണ്, എത്ര നാളായി ഇവിടെ താമസിക്കുന്നു? അബൂദർ തങ്ങൾ പറഞ്ഞു, ഒരു മാസമായി. പക്ഷേ ഞാൻ തിന്നിട്ടില്ല, കുടിച്ചിട്ടില്ല, സംസം വെള്ളം മാത്രമാണ്. എന്റെ വിശപ്പ് മാറി, എന്റെ ദാഹം മാറി, ക്ഷീണം മാറി, എന്റെ പള്ള വലുതായി, എന്റെ ശരീരം തടിവെച്ചു, ആഫിയത്തായി എന്ന് പറഞ്ഞപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയം കഴുകിയത് സംസം വെള്ളത്തിലാണെന്ന് കാണാൻ വിശദീകരിക്കുന്നില്ല, വേഗത്തിൽ പറഞ്ഞു പോവാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ സംസം വെള്ളം കുടിക്കുമ്പോൾ എന്തെങ്കിലും ചൊല്ലാനുണ്ടോ? നമ്മുടെ വീട്ടിലേക്ക് സംസം വെള്ളം എത്തിയാൽ ആരെങ്കിലും ഒരു കുപ്പിയിൽ തന്നാൽ, അത് ഏത് കുപ്പിയിലാണെങ്കിലും ഗ്ലാസ്സിലാകട്ടെ, അതിന് ആദരവോടെ ബഹുമാനത്തോടെ കാണണം. നമ്മൾ നല്ല നീയത്തോടെ വേണം കുടിക്കാൻ. മഹാരഥന്മാർ രേഖപ്പെടുത്തി തരുന്നു, സംസം വെള്ളം കുടിക്കുമ്പോൾ ചൊല്ലാനുള്ള ഒരു ദുആ. ഏതാണ് ആ ദുആ? അതാണ് സ്ക്രീനിൽ കാണുന്നത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വഅമലൻ മുതഖബ്ബല വറിസ്ഖൻ വാസിഅ ഹലാലൻ ത്വയ്യിബ വഈമാനൻ കാമില വശിഫാഅൻ മിൻ കുല്ലി ദാ. ഒന്നുകൂടി കേട്ടോ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വഅമലൻ മുതഖബ്ബല വറിസ്ഖൻ വാസിഅ വഹലാലൻ ത്വയ്യിബ വഈമാനൻ കാമില വശിഫാഅൻ മിൻ കുല്ലി ദാ. എന്താണ് അർത്ഥം? അല്ലാഹുമ്മ ഇന്നി അസ്അലുക, പടച്ചോനെ എന്നോട് ഞാൻ ചോദിക്കാണ്, ഇൽമൻ നാഫിഅ, ഇഹലോകത്തിലും ഉപകാരപ്പെടുന്ന അറിവ്, ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിലും ഉപകാരപ്പെടുന്ന അറിവ് വേണം. അമലൻ മുത്തഖബ്ബല, നീ സ്വീകരിക്കുന്ന അമലുകൾ. അതുപോലെ റിസ്ഖൻ വാസിഅ, വിശാലമായ റിസ്ഖ്, ജീവിത വിഭവം, കടവും ഇടവും ഒന്നും തരരുത്. ഹലാലൻ ത്വയ്യിബ, ഹലാലായ സമ്പത്ത് തരണം. ഈമാനൻ കാമില, പൂർണ്ണമായ ഈമാൻ തരണം. വശിഫാഅൻ മിൻ കുല്ലി ദാ, എല്ലാ രോഗത്തിൽ നിന്നും ഷിഫയും തരണം അല്ലാഹ്. ഇത് പറഞ്ഞു കുടിച്ചാൽ, ആ നിയ്യത്ത് നന്നായാൽ അല്ലാഹ് അത് നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി കുടിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കാനുള്ളത് ഞാൻ വേഗം പറഞ്ഞു പോകാം. ഒന്ന്, കിബിലേക്ക് തിരിഞ്ഞ് കുടിക്കുക, കിബിലയിലേക്ക് തിരിയുക. ഇനി രണ്ട്, ഇരുന്നാണ് കുടിക്കേണ്ടത്. അപ്പൊ ചില ചോദിക്കും, ഉസ്താദേ നബി തങ്ങൾ നിന്ന് കുടിച്ചല്ലോ, അതിന് ഹദീസിന്റെ വ്യാഖ്യാനങ്ങൾ ഇമാമുന റംലി പോലെയുള്ള മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. നബി തങ്ങൾ അത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാകാം. ഒന്ന്, അത് നിന്നും കുടിക്കാം എന്ന് പഠിപ്പിച്ചു. മറ്റൊന്ന്, നബി തങ്ങൾക്ക് അത് സാഹചര്യമില്ലാത്തത് കൊണ്ടാണ് എന്നും ഹദീസുകൾ കാണാം. എന്ത് തന്നെയാലും ഇരുന്ന് കുടിക്കലാണ് അഫ്ളലിയത്ത്. നിന്നും കുടിക്കാം, പക്ഷേ ഇരുന്ന് കുടിക്കലാണ് നല്ലത്.
മെല്ലെ രണ്ടാമത് ഇരുന്ന് കുടിക്കുക. 3 ഓരോ ഇറുക്കുകളായി കുടിക്കുക. അതായത് 3 ആക്കുക, 5 ആക്കുക. ഒരു ഗ്ലാസ് വെള്ളം 3 ഇറുക്കിൽ തീർക്കുക, അല്ലെങ്കിൽ 5 ഇറുക്കിൽ തീർക്കുക. വിത്തർ ഒറ്റയാക്കൽ സുന്നത്താണല്ലോ, അങ്ങനെ കുടിക്കലും പ്രത്യേകം സുന്നത്താണ്. അതുപോലെ ഓരോ കവിള് കുടിക്കുമ്പോഴും ഓരോ ഇറുക്കുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാ ഇറക്കുക. വായിലേക്ക് കൊള്ളുമ്പോൾ ഒരു കവിള് കൊള്ളാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് കുടിക്കുക. എന്നിട്ട് ഒറ്റ കവിളിനെ ഇറക്കുകയാണെങ്കിൽ ഇറക്കുടനെ അൽഹംദുലില്ലാ, വീണ്ടും ബിസ്മില്ലാ ഇറക്കുക, അൽഹംദുലില്ലാ, അങ്ങനെ പറയൽ സുന്നത്താണ്. അതുപോലെ അത് വീട്ടിൽ സൂക്ഷിക്കൽ ബറക്കത്താണ്. വീട്ടിൽ സംസം വെള്ളം സൂക്ഷിക്കൽ, തേൻ സൂക്ഷിക്കൽ, അതൊക്കെ ബറക്കത്താണ്. അതുപോലെ ശരീരം മുഴുവനും തടകൽ, വെള്ളത്തിൽ അല്പ കയ്യിൽ കെട്ടി നമ്മുടെ ശരീരത്തെ മുഴുവൻ ഒന്ന് തടകൽ, തലയിലെ മൂർധാവിലൊക്കെ തടവൽ പ്രത്യേക സുന്നത്താണ്. നബി ഹദീസുകളിൽ കാണാം ശരീരം മുഴുവനും തടകലും സുന്നത്താണ്. ഇനി മറ്റൊരു സംശയം, ഉസ്താദേ, ഈ സംസം വെള്ളം ഹൈന്ദവ സഹോദരങ്ങൾക്ക്, ഇതര സമുദായ സഹോദരങ്ങൾക്ക് വർഗീയത പറയല്ലാട്ടോ, ഒരു സംശയം ചോദിച്ചാൽ മറുപടിയാണ്, കൊടുക്കാമോ? അതാ അതിന്റെ വിശദീകരണം പണ്ഡിതന്മാർ രേഖപ്പെടുത്തി തരുന്നു. ഹൈന്ദവ സഹോദരങ്ങൾക്കും ക്രൈസ്തവ മനുഷ്യർക്ക് എല്ലാവർക്കും കൊടുക്കാം. എന്താണെങ്കിൽ അതിനെ പാഴാക്കുന്നില്ല എങ്കിൽ, അതിനെ ദുരുപയോഗം ചെയ്യുന്നില്ല എങ്കിൽ എന്ന് പറഞ്ഞാൽ ഹറാമിന് വേണ്ടി അതായത് നജസിലേക്ക് ഉപയോഗിക്കുന്നു, അങ്ങനെയൊന്നുമില്ല. അവരതിന്റെ പവിത്രത മാനിക്കുന്നു, അവർ കുടിക്കാനാണ്, പ്രശ്നമില്ല, അത് കുടിക്കാം. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കാമോ? പറ്റും, പക്ഷേ നജസിൽ അത് നീക്കം വരാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ഒളു എടുക്കാൻ പാടുണ്ടോ? ഒളു എടുക്കാം, പക്ഷെ നജസിലേക്ക് നമുക്ക് എത്താൻ പാടില്ല വെള്ളം. അതുപോലെ നജസ് ബാത്റൂമിൽ പോയിട്ട് കഴുകുക, അങ്ങനെ ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അല്ലാതെ ശുദ്ധീകരണത്തിനൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റില്ല എന്ന് ഹദീസുകളിൽ കാണാം. അള്ളാഹു നല്ലത് മനസ്സിലാക്കാൻ തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ സംസം വെള്ളവുമായി പറഞ്ഞ വേഗം കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വേഗത്തിൽ പറഞ്ഞു പോകുന്നത്. ഒരു 10-11 മിനിറ്റിനുള്ളിൽ നമ്മുടെ വീഡിയോ അവസാനിക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇതുപോലെയുള്ള കുറഞ്ഞ സമയത്ത് കൂടുതൽ അറിവുകൾക്കായി ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുആ വസിയത്ത് അറിയിക്കുന്നുണ്ട്. എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹു പ്രദാനിക്കുമാറാകട്ടെ. പുതിയൊരു അറിവുമായി വീണ്ടും കണ്ടുമുട്ടാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതോടൊപ്പം നമ്മുടെ തന്നെ ചാനലാണ് ബദറിൻ തീരം എന്നൊരു ചാനൽ, ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് മഹാന്മാരുടെ ചരിത്രം പാടി പറയുന്ന മജ്ലിസാണ്. ഇപ്പൊ ഇബ്രാഹിം നബിയുടെ ചരിത്രം ഇങ്ങനെ പാടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കേൾക്കാൻ ആ ചാനലിലേക്ക് നിങ്ങൾക്ക് വരാം. രാത്രി 9 മണിക്ക് ബദറിൻ തീരം എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.